ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമോദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ, നമ്മുടെ ചന്ദ്രോത്ത് എല്ലാവരുടെയും ആ ഒരു വിഷമം കണ്ടിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ബലരാമന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ചന്ദ്രമതി കുറേയിട്ട് നമ്മുടെ സിദ്ധാർത്ഥനെ കുത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബലരാമൻ സിദ്ധാർത്ഥനെ കൂടി മാറി നിന്ന് സംസാരിക്കട്ടെ. അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, തന്റെ മകളാണ് തനുജ, തന്റെ മകൾ ഇന്ന് കത്തിയെടുത്തു, ഇനി നാളെ വാള് അത് തനിക്ക് നേരെയായിരിക്കും എടുക്കാൻ പോകുന്നത്. ഒന്നല്ലെങ്കിൽ താൻ, അല്ലെങ്കിൽ മേരി തോമസിനോട് എനിക്ക് താൻ ഇത് തുറന്ന് പറയണം, നിങ്ങളുടെ മകളാണെന്നുള്ള ഒരു കാര്യം താൻ ഉറപ്പിച്ചും ചന്ദ്രമതിയോട് പറയണം. എനിക്കും എന്റെ കുടുംബത്തിന് ഈ ഒരു ഭാരം ഇനി വഹിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, എന്റെ മകൾക്കാണ് വേദനിച്ചത്, തന്റെ മകൾക്കാണ് വേദനിച്ചതെങ്കിൽ താൻ ഇങ്ങനെ നോക്കി നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ കുറെ പറയുന്നുണ്ട്. പക്ഷെ ബലരാമന് മറുപടി കൊടുക്കാനുള്ള ഒരു ശേഷിയില്ല, ത്രാണിയില്ലാത്ത അവസ്ഥ. താൻ എന്ത് ചെയ്യും? ചന്ദ്രയോട് പറഞ്ഞാൽ ചന്ദ്ര ഉറപ്പായിട്ടും പിണങ്ങി പോകും. നമ്മുടെ ബലരാമന്റെ ജീവിതത്തിൽ നിന്നും തന്നെ ഇറങ്ങിപ്പോകും ചന്ദ്രമതി അല്ലെ. ചന്ദ്രയ്ക്ക് ഈ ഒരു വാർത്ത ഒട്ടും താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ബലരാമൻ പറയുന്നുണ്ട്, ചന്ദ്രമതി അറിഞ്ഞാൽ പിന്നെ ജീവിതം തീർന്നല്ലോ. അപ്പൊ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആകെപ്പാട് ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ മകളെ ആ ഒരു മരണത്തിന് വിട്ടുകൊടുക്കാതെ ഞാൻ ഏറ്റെടുത്ത് വളർത്തി, ആ ഒരു തെറ്റേ ചെയ്തുള്ളൂ. ഇനി എനിക്ക് പക്ഷെ അത് താങ്ങാനാവില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ മകളെ ഏറ്റെടുത്ത് വളർത്തിക്കോളണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിദ്ധാർത്ഥൻ ഉറപ്പിച്ച് പറഞ്ഞിട്ട് സിദ്ധാർത്ഥൻ ബലരാമന്റെ അടുത്തൊന്ന് പോകുവാണ്. അപ്പൊ ബലരാമൻ ആകപ്പാടെ തളർന്ന് വീഴാറായി. അങ്ങനെ ബലരാമൻ നമ്മുടെ തനുജയെ കാണാൻ തനുജയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ തനുജയ്ക്ക് പിന്നെ ബലരാമനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഒരു ആശ്വാസമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബലരാമൻ പറയുന്നുണ്ട്, നിനക്ക് ഇത് എന്റെ അവസാനമാണ് കാണുന്നത്, നീ ഇമാതിരിയൊക്കെ പ്രവർത്തിച്ചാല് ഞാൻ കടുത്ത നടപടി തന്നെ നിനക്കെതിരെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ തനുജയും പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ഇറങ്ങി പോകണം എന്നൊക്കെ പറയാൻ തോന്നാറുണ്ട്. പക്ഷെ എന്റെ മനസ്സെന്തോ നിങ്ങളോട് ദേഷ്യപ്പെടാൻ അനുവദിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ തനുജ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് സിദ്ധാർത്ഥനല്ല എന്റെ അച്ഛനെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചതാ എന്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബലരാമന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബലരാമൻ ആകെ ഇങ്ങനെ പതറി നിൽക്കുവാണ്. എന്നിട്ട് നമ്മുടെ തനുജ വീണ്ടും പറയുന്നുണ്ട്, മീരയുടെ സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കന്നെ, മീരയാണെങ്കിൽ അച്ഛനും അമ്മയും അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ ബലരാമന്റെ മനസ്സൊന്ന് പതറുകാട്ടെ. ബലരാമൻ പിന്നെ ഒന്നും മിണ്ടാതെ നമ്മുടെ തനുജയുടെ മുന്നിൽ മുട്ടുമടക്കി നമ്മുടെ ബലരാമൻ അവിടെ നിന്ന് പോവുക. അപ്പുറത്ത് നമ്മുടെ ദേവിക നമ്മുടെ രജനീനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്, ഹോസ്പിറ്റൽ ഐസിയിൽ കയറുന്നുണ്ട്. അപ്പൊ രജനി പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കും, നീ ഇനി സൂക്ഷിക്കണം, നീ മുറിക്ക് പുറത്തു പോലും ഇനി ഇറങ്ങരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവികയുടെ അടുത്ത്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, നീ ബലരാമൻ അങ്കിളിനെയും ആ മേരി തോമസിനെയും എനിക്കൊന്ന് ഫോണിൽ ഡയൽ ചെയ്തതാ, ഞാൻ പറയാം, നമ്മളുടെ ജീവൻ നമ്മൾ തന്നെ നോക്കണ്ടേ, ഇനിയും എത്ര നാൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദേവിക പറയുന്നുണ്ട്, രജനി ചേച്ചി എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം ഒന്ന് ഇറങ്ങുക, എന്നിട്ട് നമുക്ക് വേണ്ട നടപടികൾ പിന്നെ എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രഭാവതി നമ്മുടെ ഗിരീഷും കൂടെ ഇങ്ങനെ ഐസിയുന് പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ അവിടെ നമ്മുടെ ബലരാമനെ കണ്ടിട്ട് തിരികെ വരുവാട്ട്. നിങ്ങളുടെയൊക്കെ ടെൻഷനും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ അത് ബലരാമനോട് സംസാരിക്കാൻ പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗിരീഷിനും പ്രഭാവതിക്ക് ഒരു ആശ്വാസം, ഓ സിദ്ധാർത്ഥൻ അതെങ്കിലും ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ നമ്മുടെ അവരിങ്ങനെ ചോദിക്കും, എന്നിട്ട് ബലരാമൻ എന്ത് മറുപടി പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ കടുപ്പിച്ചെല്ലാം പറഞ്ഞു, ഇനി ഈ രഹസ്യം ലോകത്തെ അറിയിക്കണം, ഇനി എനിക്ക് പറ്റില്ല, നിങ്ങളുടെ മകളാണ് തനുജ എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ബലരാമൻ അതിനൊന്നും മറുപടി തന്നില്ല. മറുപടി നൽകാൻ ബലരാമന് ആവതില്ലായിരുന്നു എന്ന് വേണം പറയാൻ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രേക്ഷകരെ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ബലരാമൻ മിക്കവാറും ആ ഒരു സമനില തെറ്റുന്ന രീതിയിലേക്കായിരിക്കും ഇനി പരമ്പര മുന്നോട്ട് പോകാൻ പോകുന്നത് അല്ലെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും മലയാളി സൈനിങ് ഓഫ്.